സിനിമാ സെറ്റിലെ സ്ത്രീകൾക്കു നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ നിസ്സാരവൽക്കരിച്ചും ഇരകളെ അധിക്ഷേപിച്ചും നടി മാലാ പാർവതി. അതിക്രമങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കണമെന്നാണ് സ്ത്രീകൾക്ക് മാലാ പാർവതി, ഒരു മുതിർന്ന അഭിനേത്രി കൂടിയാണ്, അവർ നൽകുന്ന ഉപദേശം. ഇപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുവോ കിടക്കുവോ വരുവോ ഇവിടെ വരുവോ എന്നൊക്കെ ചോദിക്കും. ഭയങ്കരമായിട്ട് പെൺകുട്ടികളങ്ങ് ഹാസിൽഡായി, അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു, ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്യും, ഒന്നും ചെയ്യൂല, പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലിയാണ്. അത് അവരുടെ ആവശ്യമാണ്. അപ്പം അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. ഓക്കെ, ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി, അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞാൽ പോരെ, പടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പം ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാ നഷ്ടം വരിക? എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ? അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. സ്ത്രീകൾ ഇരുന്നെടുത്തു എന്നെ ഇങ്ങനെ ശകല സ്ഥലം തന്നിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ബസ് കയറിയ ആൾക്കാർ ഞാൻ ഇങ്ങനെ കുഞ്ഞിരിക്കുക, ബാഗും കൈ വെച്ചിട്ട് പിച്ചോ നുള്ളു എന്തൊക്കെയോ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ നോക്കി ആരെയും കാണൂല. എവിടുന്നോ കൈകൾ വരുന്നു, എവിടുന്നാ നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞ തല പൊക്കാൻ പറ്റുന്നില്ല, റിയാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. ആരോട് പറയാനേ ഒന്നുമില്ല. അടുത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ കാണുന്നുണ്ട്. നോക്കുമ്പോ എന്റെ ഷോളൊക്കെ ഫുൾ നനഞ്ഞ് അതൊക്കെയോ ഭയങ്കര വൃത്തിയായിട്ട ഒരു അനുഭവം, ഭയങ്കര ഷോക്കും. ഞാൻ ചെന്ന് കടക്കളോട് പറഞ്ഞിങ്ങനെ ആൾക്കാരിങ്ങനെ ഭയങ്കര മോശമായിട്ട് പെരുമാറി. നിങ്ങൾ ഈ ടെലിവിഷനിലൊക്കെ TV-യിലൊക്കെ വരുന്നവരൊക്കെ കൂടെ ഇതിനകത്ത് ചാടി വലിഞ്ഞ് കയറണം എന്തിന്? ആറ്റിക്കൽ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ വീട്ടിൽ ചെന്ന് ഉടുപ്പൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ചുരുക്കമായിരുന്നു, കത്തിച്ചളഞ്ഞ്